ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC ബുള്ളറ്റിൻ്റെ ഏപ്രിൽ 2nd എഡിഷനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നോക്കി ഞാനിവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാർക്കാണെങ്കിൽ ഈ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ കഴിഞ്ഞ PSC ബുള്ളറ്റിൻ്റെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് അടുത്തിടയിൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കി, 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ് കണ്ടു പഠിച്ച് കൂട്ടാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ താഴെ ഇതിന് ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യാം. കൂടാതെ നേരത്തെ നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് വരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണെന്ന്. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. നോക്കി, അപ്പം മറക്കാതെ ഇതിന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നോക്കി, ഏപ്രിൽ 2nd എഡിഷനിലെ PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പുത്തൻ പാമ്പൻ പാലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നോക്കി, നമുക്കറിയാം ഇപ്പോൾ ഈ പുതിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അത് ഉദ്ഘാടനം ചെയ്ത ഡേ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് റീസെൻ്റ്ലി കറണ്ട് അഫെയർ ചോദിച്ചായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളിത് പഠിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സും കൂടി ചേർത്താണ് ഇത് പഠിക്കുന്നത്. അഥവാ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എഴുതത്തക്ക രീതിയിൽ. നോക്കി, എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുത്തൻ പാമ്പൻ പാലം 2019 ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാണ്. ഓൾറെഡി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ അണ്ടറിലാണ്. ഇനി നോക്കിക്കേ, ഇത് ഏത് തരം പാലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് ആണ്. അതായത് നേരിട്ട് ഉയർത്താവുന്ന പാലം എന്ന് പറയും. അപ്പം ഇതൊരു പുതിയ പാമ്പൻ പാലം, നേരിട്ട് ഉയർത്താൻ പറ്റുന്ന ഒരു പാലമാണ് എന്നതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. എന്താണ് അത്? ശരിയാണ്. വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് ആണ് നമ്മുടെ പുതിയ പാമ്പൻ പാലം എന്ന് പറയുന്നത്. ഇനി നോക്കി, ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം 2.07 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്, ഈ പോയിന്റ്സിനകത്ത് വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് എന്നാണെന്നുള്ളത്. 2025 ഏപ്രിൽ 6 ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാര്യം, നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്ത സമയത്ത് അത് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന ഡേറ്റ് വിത്ത് ഡേ ആൻഡ് ഡേറ്റ് ആയിട്ടാണ് അന്ന് ചോദിച്ചത്. അപ്പോൾ നോക്കിക്കേ, ഡേ ആൻഡ് ഇയർ ആയിട്ടാണെന്ന് ചോദിച്ചത്. അത് May 2, 2025 അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. അതുപോലെ തന്നെ അത് ചോദിക്കുകയും ചെയ്തു. നോക്കിയേ, അപ്പോൾ ഉദ്ഘാടനം നടന്നത് 2025 ഏപ്രിൽ 6. മറന്നു പോകരുതാത്തൊരു ഡേറ്റാണ്. ഏപ്രിൽ 6 നമ്മുടെ പുത്തൻ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് RVNL ആണ്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത്. ഇതിൽ കൂടി പോകുന്ന ട്രെയിനിൻ്റെ പരമാവധി വേഗത എത്ര ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി 100 km/h ആയിരിക്കും. ഇതിൽ കൂടെ പോകുന്ന ട്രെയിൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പരമാവധി വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 100 km/h ആണ്. അപ്പോൾ നോക്കിക്കേ, പദ്ധതി 2019 ആരംഭിച്ചു. അതേപോലെ തന്നെ ആരുടെ അണ്ടറിലാണ് നിർമ്മാണം നടത്തിയത്? റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. ഇനി നോക്കിക്കേ, ഇത് എന്ന് ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ഏപ്രിൽ 6 ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ ലെങ്ത് ഏകദേശം 2.07 കിലോമീറ്റർ ആണ്. ഇനി നോക്കിക്കേ, ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് സംവിധാനം. അതായത് 63 മീറ്റർ ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്താൻ പറ്റുന്നതാണ്. സാങ്കേതിക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് സംവിധാനമുണ്ട്. ഇനി നോക്കിക്കേ, പഴയ പാമ്പൻ പാലം കാലക്രമേണ ഒരുപാട് കേടുപാടുകൾ പറ്റിയപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ പുത്തൻ പാമ്പൻ പാലം. ഇനി നോക്കി, ഇതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിഫൈഡ് റെയിൽവേക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് പുതിയ പാലം. നമുക്ക് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിഫൈഡ് റെയിൽവേക്ക് അനുയോജ്യമായ പാലമാണ് പുതിയതായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതായത് വൈദ്യുതീകൃത നിയന്ത്രണവും അടിയന്തര ഇടപെടൽ സംവിധാനവും ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതേപോലെ എമർജൻസി സിസ്റ്റം എന്താണ്? വളരെ പ്രൊഫഷൻ്റ് ആയിട്ടുള്ള എമർജൻസി സിസ്റ്റമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾ പുതിയ പാമ്പൻ പാലത്തിനെ കുറിച്ച് പഠിച്ചിട്ട് PSC പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോഴായിരിക്കും അവർ നമ്മളോട് പഴയ പാമ്പൻ പാലത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് PSC ബുള്ളറ്റിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസം എന്നാണെന്ന് ചോദിച്ചാൽ 1914 ഫെബ്രുവരി 24 പഴയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത്.
നോക്കിയേ, 1914 ഫെബ്രുവരി 24-നാണ് പാമ്പൻ പാലം, അതായത് പഴയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ 2 ഡേറ്റും നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. ഇത് നോക്കി, ഇത് എന്ത് തരം പാലമായിരുന്നു? ഇതൊരു റെയിൽവേ പാലം, സ്റ്റീൽ സ്ട്രസ് കൊണ്ടുള്ള ഒരു റെയിൽവേ ബ്രിഡ്ജ് എന്ന പ്രത്യേകതയായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഇത് മണ്ഡപം മുതൽ രാമേശ്വരം ദ്വീപ് വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശ ലെങ്ത് എത്ര വരും? 2065 മീറ്റർ. അപ്പുറത്ത് നമ്മൾ കിലോമീറ്ററിലാണ് പറഞ്ഞത്, ഇപ്പുറത്ത് എന്താ 2065 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് നോക്കി, ഇതിൻ്റെ തുറക്കാവുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ഇരട്ട ലീഫ് ബാസ്ക്യൂൾ ബ്രിഡ്ജാണ്. തുറക്കാവുന്ന രീതിയിലുള്ള, എന്താണ് അതിന് പറയുന്നത്? ഇരട്ട ലീഫ് ബാസ്ക്യൂൾ ബ്രിഡ്ജാണ് ഏത്? പഴയ പാമ്പൻ പാലം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് 1914 ഫെബ്രുവരി 24-നാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്, ചിലപ്പം ഇതായിരിക്കും നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് വന്ന നമ്മുടെ ആ പഴയ പാമ്പൻ പാലമായിരുന്നു കടലിന് മീതെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പഴയ പാമ്പൻ പാലത്തിൻ്റെ പ്രത്യേകത? എന്താണ്? കടലിന് മീതെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലമായിരുന്നു ഏതെന്ന് പറയുന്നത്? നമ്മുടെ പഴയ പാമ്പൻ പാലം എന്ന് പറയുന്നത്. ഇനി നോക്കിയത്, ഇത് ഷെർസർ റോളിംഗ് ലിഫ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ഇനി ഈ പാലം കിടക്കുന്ന സ്ഥലം പാമ്പൻ ചാനലാണ്. പാമ്പൻ ചാനൽ വഴിയാണിത് കടന്നു പോകുന്നത്. തമിഴ്നാടിനെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴിയായിരുന്നു നമ്മുടെ പഴയ പാമ്പൻ പാലം എന്ന് പറയുന്നത്. എവിടെയാണ്? തമിഴ്നാടിനെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴിയായിരുന്നു അന്നത്തെ പാമ്പൻ പാലം. നോക്കിയേ, എന്തുകൊണ്ടാണ് നമ്മൾ പുതിയ പാമ്പൻ പാലത്തെക്കുറിച്ച് ആലോചിച്ചത്? കാലക്രമേണ ഈ ഒരു പഴയ പാലത്തിന് കേടുപാടുകൾ, തകരാറുകളൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പുതിയ പാമ്പൻ പാലത്തിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പം ഇതിൻ്റെയും ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1914 ഫെബ്രുവരി 24-ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് ഇത് പഴയ പാമ്പൻ പാലം. പുതിയ പാമ്പൻ പാലം ആണെങ്കിലോ 2025 ഏപ്രിൽ 6-നാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഡേറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കാം. ഓക്കെ, അടുത്തൊരു പോയിന്റ് സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷനുള്ള അവാർഡ് നൽകിയത് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യാനം എന്ന നോവലിനാണ്. ഇതിന് അർഹനായ വ്യക്തിയാണ് KV കുമാരൻ. KV കുമാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം അതേ പേരിലേക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് ഇദ്ദേഹത്തിന് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളത്തിലേക്കുള്ള തർജ്ജിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KV കുമാരനാണ്. KV കുമാരനാണെന്ന് ഓർത്തിരിക്കുക. L ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ് എന്ത് ചെയ്ത് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരത്തിന് അർഹനാക്കിയത്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഈ ഒരു ബുക്കിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. യാനം എന്ന L ഭൈരപ്പയുടെ കന്നഡ നോവലിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന് ആർക്ക് കിട്ടി? KV കുമാരൻ എന്ത് കിട്ടി? 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി. ഇനി നോക്കിക്കേ, പ്രഥമ ജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം നേടിയത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രഥമ എന്ന് വന്നു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നോക്കിക്കേ, പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ഡോക്ടർ HV ഈശ്വർ ആണ്. നമുക്ക് വലിയ ഫെമിലിയർ ഒന്നും അല്ലാത്ത പേരാണ്, എന്നാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരമാണ്. ഈ പുരസ്കാരം നോക്കി, ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ കലാരംഗങ്ങളിലെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണിത്. അപ്പോൾ നോക്കി, ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഇദ്ദേഹം ഒരു പ്രമുഖ ന്യൂറോ സർജനും ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൻ്റെ മേധാവിയുമാണ്. ആരെന്ന് പറയുന്നത്? ഡോക്ടർ HV ഈശ്വർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഥമ ജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ HV ഈശ്വർ ആണ്. ഇനി ഇതിൻ്റെ പുരസ്കാര തുക 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പം 25,000 രൂപയാണ് ഇതിൻ്റെ പുരസ്കാരം എന്ന് പറയുന്നത്. ഈ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ HV ഈശ്വർ. ന്യൂറോ സർജനാണ്. ശ്രീ ചിത്ര ഓഫ് മെഡിക്കൽ സയൻസിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവിയാണ്. ഇദ്ദേഹത്തിന് എന്ത് കിട്ടി? പ്രഥമ ജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചു എന്ന് ഓർത്തിരിക്കുക. ഇത് നോക്കിക്കേ,
മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വരദേവി പുരസ്കാരം നേടിയ പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ വ്യക്തി. ഇത് നമ്മൾ നേരത്തെ കറണ്ട് അഫെയറിനകത്ത് പഠിച്ചിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ എന്താണ് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക്? അപ്പോൾ നോക്കിയേ, വരദേവി പുരസ്കാരം നൽകുന്ന എന്തിനാണ്? സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്. ആരാണ് ഈ പുരസ്കാരത്തിന് അർഹനായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫസർ ജി എൻ പണിക്കരാണ്. പ്രൊഫസർ ജി എൻ പണിക്കരാണ് ഈ ഒരു പുരസ്കാരത്തിന്, വരദേവി പുരസ്കാരത്തിന് അർഹനായത്. ഇനി നോക്കിക്കേ, 1982 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ഇദ്ദേഹത്തിന് നീരുറവകൾക്കൊരു ഗീതം എന്ന പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ട്. 1982, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ബുക്കുകൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ആഡ് ചെയ്തതാണ്. നീരുറവകൾക്കൊരു ഗീതം എന്ന ബുക്ക് ആരെഴുതിയതാണ്? പ്രൊഫസർ ജി എൻ പണിക്കർ എഴുതിയ പുസ്തകമാണെന്ന് ഓർത്തിരിക്കുക. 1982 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ പുസ്തകമാണേത്? നീരുറവകൾക്കൊരു ഗീതം. എഴുതിയത് പ്രൊഫസർ ജി എൻ പണിക്കരാണ്. ഇനി നോക്കിക്കേ, സാഹിത്യ പരിഷത്തിന്റെ പുരസ്കാരം നേടിയത് ആരാണ്? വി മധുസൂദനൻ നായരാണ്. സാഹിത്യ പരിഷത്ത് പുരസ്കാരം നേടിയത് വി മധുസൂദനൻ നായരാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും കലാധരൻ രൂപകൽപ്പന ചെയ്ത ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കുക. പുരസ്കാര തുക കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ നോക്കിയാൽ സാഹിത്യ പരിഷത്ത് പുരസ്കാരം നേടിയത് വി മധുസൂദനൻ നായരാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും അതേപോലെ തന്നെ കലാധരൻ രൂപകൽപ്പന ചെയ്ത ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി നോക്കിക്കേ, പ്രധാനമായിട്ടും PSC നേരത്തെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? സാറാ ജോസഫാണ്. സാറാ ജോസഫാണ് 2024 മാതൃഭൂമിയുടെ സാഹിത്യ പുരസ്കാരം നേടിയത്. ഇതിൻ്റെ പുരസ്കാര തുകയെന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപയാണ്. ഓക്കെ, പുരസ്കാര തുക എത്രയാണ്? 3 ലക്ഷം രൂപയാണ്. പുരസ്കാര തുകയോടൊപ്പം തന്നെ പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ 2024 ഓർത്തിരിക്കണേ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി സാറാ ജോസഫാണ്. 3 ലക്ഷം രൂപയാണ് പുരസ്കാര തുകയെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. നോക്കി, അടുത്തതും ഒരു പ്രഥമ പുരസ്കാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വ്യക്തിക്ക് തന്നെയാണ് കിട്ടിയത്. ഏതാണ്? പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ശാസ്ത്ര മേഖലകളിലെ പ്രതിഭകൾക്കായിട്ട് പാറശാല ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത്. ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫോ ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. നോക്കിയേ, പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം നേടിയ വ്യക്തി ആരാണെന്നായിരിക്കും നമ്മളോട് ചോദിക്കുക. ആരാണ്? അത് ശ്രീകുമാരൻ തമ്പിയാണ്. നോക്കിക്കേ, 33,333 രൂപയാണ് ഈ ഒരു പുരസ്കാര തുക എന്ന് പറയുന്നത്. 33,333 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തത് ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ സ്മരണാർത്ഥം ശ്രീ ചിത്രതിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് നേടിയ വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 2024 ഈ പുരസ്കാരം നേടിയത് നടൻ ജയറാമും 2025 ഈ പുരസ്കാരം നേടിയത് ഒളിമ്പ്യൻ PR ശ്രീജേഷുമാണ്. നോക്കിയേ, വർഷം നോക്കിക്കോണം. ഏത് വർഷമാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഓപ്ഷൻ പിക്ക് ചെയ്തോണം. 2024 നടൻ ജയറാമും 2025 ഒളിമ്പ്യൻ PR ശ്രീജേഷുമാണ് നമ്മുടെ ശ്രീ ചിത്രതിരുനാൾ ട്രസ്റ്റിൻ്റെ അവാർഡിന് അർഹരായത്. 2 ലക്ഷം രൂപയും പ്രശംസാ ഫലകവുമാണ് ഈ ഒരു പുരസ്കാരം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നോക്കിക്കേ, 2024 ജയറാമിനും 2025 ഒളിമ്പ്യൻ PR ശ്രീജേഷിനും എന്ത് ലഭിച്ചു? ശ്രീ ചിത്രതിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചു. 2 ലക്ഷം രൂപയാണ് പുരസ്കാര തുകയെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കി, അടുത്ത ഒരു പുരസ്കാരവും നമ്മൾ നേരത്തെ ഈ ഒരു പുള്ളിയെ അവാർഡ് ജേതാവായിട്ട് പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു അവാർഡ് വിന്നറായിട്ട് പഠിച്ചതാണ്. ആരാണത്? K ജയകുമാറാണ്. ഇനി ഇവിടെ ഇദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരം ഏതാണെന്ന് നോക്കിയാൽ പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം നേടിയത് നിലവിലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായ കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയായ K ജയകുമാറാണെന്ന് ഓർത്തിരിക്കുക. നമ്മളിങ്ങനെ കേട്ട് പരിചയമുള്ളൊരു അവാർഡ് അല്ല ഇത്. അപ്പം PSC ബുള്ളറ്റിൽ വന്നതുകൊണ്ടും
നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലാത്തത് കൊണ്ടും ഇത് വരാൻ ചാൻസ് കൂടുതലാണ്. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം നേടിയത് ആരാണ്? കെ ജയകുമാർ ആണെന്ന് ഓർത്തിരിക്കുക. 25,000 രൂപയും ഫലകവുമാണ് ഇതിനകത്ത് പുരസ്കാരമായിട്ട് വരുന്നത്. അതേപോലെ നോക്കിക്കേ, അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരമാണ്, നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്, തകഴി സാഹിത്യ പുരസ്കാരം. അപ്പോൾ 2025 തകഴി സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തിയാണ് KP സുധീര. അപ്പോൾ 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? KP സുധീരയാണ്. അപ്പോൾ 2025 പഠിച്ച സ്ഥിതിക്ക് 2024 കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ആരാണ്? MK സാനു ആണ് ഈ പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ അടുത്തിടെ നമ്മൾ MK സാനുവിനെ കുറിച്ച് പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പുള്ളി അന്തരിച്ച ദിവസവും ആത്മകഥയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ അദ്ദേഹം അടുത്തിടെ അന്തരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓർക്കുക, 2024 തകഴി സാഹിത്യ പുരസ്കാര ജേതാവായിരുന്നു ആര്? MK സാനു എന്ന് ഓർത്തിരിക്കുക. 2025 KP സുധീരയാണ് ഈ പുരസ്കാരം നേടിയത്. അതേപോലെ നോക്കി, കൃത പുരസ്കാരം നേടിയ വ്യക്തി PR നാഥനാണ്. കൃത പുരസ്കാരം, അപ്പം ഇതും നമ്മളങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ലാത്തൊരു പുരസ്കാരമാണ്. നോക്കി, കൃത പുരസ്കാരം നേടിയത് ആരാണ്? PR നാഥനാണ്. 25,000 രൂപയും ഫലകവുമാണ് ഈ പുരസ്കാരത്തിനകത്ത് വരുന്നത്. ഇനി ഇദ്ദേഹത്തിന് തന്നെ 2025 മറ്റൊരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പഠിക്കാം. അതായത് 2025 അമൃത കീർത്തി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? അതും PR നാഥനാണ്. 2025 അമൃത കീർത്തി പുരസ്കാരം ലഭിച്ചത് PR നാഥനാണ്. അപ്പോൾ പഠിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തങ്ങ് പഠിച്ചേക്കുക. നോക്കി, ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ഈ അവാർഡിൽ പ്രശസ്തി പത്രവും അതേപോലെ 1,23,456 രൂപ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ, 1 2 3 4 5 6 ആ ഒരു എമൗണ്ട് ആണ് ഇതിന് ക്യാഷ് പ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെ പുരസ്കാരം? കൃത പുരസ്കാരവും നേടി, അതേപോലെ 2025 അമൃത കീർത്തി പുരസ്കാരവും നേടിയ വ്യക്തിയാണ് ആര്? PR നാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമൃത കീർത്തി പുരസ്കാരത്തിൻ്റെ അവാർഡ് തുക ഒരു ഫാൻസി നമ്പർ പോലെ ഏതാ? 1 2 3 4 5 6 എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. 1,23,456 രൂപയാണ് ഈ ഒരു അവാർഡിലെ ക്യാഷ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഇനി നോക്കിക്കേ, അടുത്തത് ഒരു ഉന്നത ബഹുമതി ലഭിച്ചതാണ്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ വ്യക്തി. അപ്പോൾ ഇവരൊരു ഇന്ത്യക്കാരിയാണ്. ശരിക്കും ഒറിജിൻ എന്ന് പറയുന്നത് കൊൽക്കത്തയിലാണ്. അപ്പോൾ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഗായത്രി ചക്രവർത്തി സ്പിവാക്. ഗായത്രി ചക്രവർത്തി സ്പിവാക്, അതായത് ഇതൊരു നോർവേയുടെ തന്നെ ഏറ്റവും ഉന്നത ബഹുമതി പെടുന്ന ഒന്നാണ്. അതായത് ഏത് മേഖലയ്ക്കാണ്? ഹ്യൂമാനിറ്റീസ്, സാമൂഹിക ശാസ്ത്ര മേഖലയിലെ, അല്ലെ ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ സാമൂഹിക ശാസ്ത്ര മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഹോൾബർഗ് പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.6 കോടി രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലഭിച്ച വ്യക്തി ആരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ് ഇത് ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചലഞ്ച് ഗ്രാൻഡിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ ഗൗതം ചന്ദ്ര. ഡോക്ടർ ഗൗതം ചന്ദ്ര. ഇതിൻ്റെ പുരസ്കാര തുകയോ 7 കോടി രൂപയാണ് ഈ ഒരു ഗ്രാൻഡിന് ലഭിക്കുന്നത്. 7 കോടി രൂപയാണ് ഗൗതം ചന്ദ്രയ്ക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചലഞ്ച് ഗ്രാൻഡിന് അർഹനായത് ഡോക്ടർ ഗൗതം ചന്ദ്രയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഓർത്തിരിക്കാം. 7 കോടി രൂപയാണ് ഈ ഒരു ഗ്രാൻഡിനകത്ത് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, അടുത്തത് നമ്മൾ ഓൾറെഡി കറണ്ട് അഫെയറിനകത്ത് പഠിച്ച ഒരു പോയിൻ്റാണ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും കേരളമാണ്. അപ്പോൾ ഒന്ന് ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരവും, രണ്ടാമത് എന്താണ് കേരളം വരുന്നത്? ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാലും ഏതാണ്? കേരളമാണ്. ഇനി നോക്കിക്കേ, അടുത്തത് PN പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയ വ്യക്തി. PN ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണനാണ്. മണക്കാല ഗോപാലകൃഷ്ണനാണ് എന്ത് ലഭിച്ചത്? PN പണിക്കർ
ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആരാണ് ഈ PN പണിക്കർ എന്ന വിഷയം നമ്മളല്ലാതെ ജനറൽ ടോപ്പിക്സ് പഠിക്കാറുണ്ട്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് PN പണിക്കർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജനറൽ ടോപ്പിക്സ് പഠിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഇദ്ദേഹത്തിൻ്റെ PN പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? മണക്കാല ഗോപാലകൃഷ്ണനാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? PN പണിക്കർ എന്ന് ഓർത്തിരിക്കുക. ഇത് നോക്കിയേ, ബെലാറസിന്റെ പ്രസിഡന്റായി 7ാം തവണയും അധികാരമേറ്റത് ആരാണെന്നാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അത് അലക്സാണ്ടർ ലുകാഷെങ്കോ ആണ്. അലക്സാണ്ടർ ലുകാഷെങ്കോ ആണ്. ഏത്? ബെലറൂസ് എന്നാണ് ഇവിടെ കൊടുക്കുന്നത്, ബെലാറസ് എന്നുള്ളത്. അപ്പോൾ ബെലറൂസിന്റെ പ്രസിഡന്റായി 7ാം തവണയും അധികാരമേറ്റത് ആരാണ്? അലക്സാണ്ടർ ലുകാഷെങ്കോ. 7ാമത്തെ തവണയാണ് ഇദ്ദേഹം അധികാരമേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതേപോലെ നോക്കിക്കേ, 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്? മാർച്ച് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് 2-3 കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒന്ന്, 1975 എന്ത് ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുറത്തിറങ്ങിയത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കിക്കേ, ഇത് ഹോക്കിക്ക് ലോകകപ്പ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയതാണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ മാർച്ച് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോക്കി ആണെന്ന് അറിഞ്ഞിരിക്കുക. ഹോക്കിയിൽ 1975 നമുക്ക് വേൾഡ് കപ്പ് ലഭിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു പുസ്തകം പുറത്തിറക്കിയതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 1975 ഇമ്പോർട്ടൻ്റ് ആണ്. 50ാം വാർഷികം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹോക്കി ലോകകപ്പ് നേടിയത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേരെന്താണ്? മാർച്ച് ഓഫ് ഗ്ലോറി എന്ന് ഓർത്തിരിക്കുക. മാർച്ച് ഓഫ് ഗ്ലോറി ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1975 ഇന്ത്യക്ക് വേൾഡ് കപ്പ് ലഭിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. അതിൻ്റെ പേരാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്ന് പറയുന്നത് കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് എന്ത്? ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ക്രോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരു വിളകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്ന് പറയുന്നത് കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്, അല്ലെങ്കിൽ ആരംഭിച്ച സംവിധാനമാണ്. ഇനി നോക്കിക്കേ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായ വ്യക്തിയാണ് പൂനം ഗുപ്ത. ആരാണ്? പൂനം ഗുപ്ത. ഇത് ഓൾറെഡി നമ്മൾ ഒത്തിരി വട്ടം പഠിച്ച പോയിന്റാണ്. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതയായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പൂനം ഗുപ്ത എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, 2025 ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? അത് തായ്ലൻഡ് ആണ്. അപ്പോൾ വേദികൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ PSC ബുള്ളറ്റിൽ വന്ന വേദി ആയതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് തായ്ലൻഡ് ആയിരുന്നെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമതാവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. അപ്പോൾ എവിടെയാണ് നടന്നത്? ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമതാവളത്തിലാണ് ഇത് നടന്നത്. നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം, ബഹുരാഷ്ട്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നോ അതിലധികമോ അല്ലെ രണ്ടോ അതിലധികമോ രാജ്യങ്ങൾ ചേരുന്നതിന് ബഹുരാഷ്ട്രം എന്ന് നമ്മൾ പറയുന്നല്ലേ. അപ്പോൾ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിൻ്റെ പേരാണ് ഇനിയോച്ചോസ് 25. ഇനിയോച്ചോസ് 25 എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ വെച്ച് നടന്നു? ഗ്രീസിൽ വെച്ചാണ് നടന്നത്. 2025 നടന്നത്. ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമതാവളത്തിലാണിത് നടന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ വെച്ചിട്ട് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേരാണ് ഏത്? ബോങ്കോ സാഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്തിടാൻ എളുപ്പമാണ്. ഒന്ന് ബോങ്കോ എന്ന് വായിക്കുമ്പോൾ നമുക്ക് ബംഗ്ലാദേശ് നമുക്ക് കണക്ട് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പം ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ നാവികസേന ബംഗാൾ ഉൾക്കടലിൽ വെച്ചിട്ട് നടത്തിയ സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ബോങ്കോ സാഗർ എന്നാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, ഇന്ത്യയിലെ അന്തരിച്ച പ്രശസ്തനായ ബോളിവുഡ് നടൻ ആരാണെന്ന് ചോദിക്കാം. ആരാണ്? മനോജ് കുമാർ ആണ്.
അപ്പം മനോജ് കുമാറാണ് ഇന്ത്യയിൽ. അത് ഓപ്ഷനിൽ മറ്റു പലരും കാണുമായിരിക്കും. നടൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ പിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നോക്കിക്കേ, അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടൻ ആരാണ്? മനോജ് കുമാർ ആണ് അല്ലേ? മനോജ് കുമാർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനമന്ത്രിക്ക് കിട്ടിയ അവാർഡാണ്. അപ്പോൾ അതായത് നോക്കിക്കേ, 2 അവാർഡുകൾ നമ്മൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഒന്ന്, ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ പുരസ്കാരം. മിത്ര വിഭൂഷണ പുരസ്കാരം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. ഇത് അദ്ദേഹത്തിന് സമ്മാനിച്ചത് ആരാണ്? അനുര കുമാര ദിസനായക. ആരാണ്? ശ്രീലങ്കയുടെ പ്രസിഡന്റാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. മിത്രഭൂഷണ ഏത് രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഏതെന്ന് പറയുന്നത് മിത്രഭൂഷണ പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് ലഭിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ്. ഇത് അദ്ദേഹത്തിന് സമ്മാനിച്ചത് ആരാണ്? ശ്രീലങ്കയുടെ പ്രസിഡന്റ്. അപ്പോൾ നമ്മൾ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ആരാണ്? അനുര കുമാര ദിസനായകയാണ് ഇത് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. ഇനി നോക്കിക്കുക, അടുത്തതും മൗറീഷ്യസിൻ്റെ പരമോന്നത ബഹുമതിയാണ്. ഇതൊരു വലിയ പേരാണ്. നോക്കിയേ, ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓപ്പൺ പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. ഇത് ഏത് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ്? മൗറീഷ്യസിൻ്റെ പരമോന്നത ബഹുമതിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ മൗറീഷ്യസിൻ്റെ പരമോന്നത ബഹുമതിയായ ഇത് ഇത്രയും നീളമുള്ള പേര് കാണുമ്പോൾ ഓർത്തിരിക്കുക ആരാണ്? നരേന്ദ്രമോദിയാണെന്ന് ഓർത്തിരിക്കുക. ഏതാണ്? ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓപ്പൺ പുരസ്കാരം നേടിയത് നരേന്ദ്രമോദിയാണ്. ഇത് അദ്ദേഹത്തിന് സമ്മാനിച്ചത് ആരാണ്? മൗറീഷ്യസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ധരംബീർ ഗോഖലാണ്. ധരംബീർ ഗോഖലാണ് ഈ ഒരു പുരസ്കാരം നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. അപ്പോൾ നോക്കിക്കുക, ഈ 2 പുരസ്കാരങ്ങൾ നോക്കുക. ഇത് ചോദിക്കാറുണ്ട് മിക്കപ്പോഴും. ഇതുപോലെ ഇന്ന പുരസ്കാരം ലഭിച്ച വ്യക്തി, പരമോന്നത സിവിലിയൻ പുരസ്കാരമൊക്കെ ലഭിച്ച വ്യക്തി ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നോക്കിക്കേ, അടുത്തത് ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിൽ ഇറക്കിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്ലൂ ഗോസ്റ്റ് പേടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന 2ാമത്തെ സ്വകാര്യ ലാൻഡറാണ്. അപ്പം ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന 2ാമത്തെ സ്വകാര്യ ലാൻഡറാണ് ഏതെന്ന് പറയുന്നത്? ബ്ലൂ ഗോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാക്കുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡറാണ്. അപ്പം ഒന്ന് സുരക്ഷിതമായി ഇറങ്ങുന്ന 2ാമത്തെ ലാൻഡറാണ്. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാക്കിയ ആദ്യത്തെ സ്വകാര്യ ലാൻഡറാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ബ്ലൂ ഗോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ പേടകത്തെ ഇറക്കിയത് അല്ലെങ്കിൽ പേടകത്തെ ചന്ദ്രനിൽ ഇറക്കിയത് ഏത് കമ്പനിയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫയർഫ്ലൈ എയറോസ്പേസ് ആണ്. ഫയർഫ്ലൈ എയറോസ്പേസ് ആണ് ഈ ഒരു ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിൽ ഇറക്കിയത്. അപ്പോൾ സ്വകാര്യ കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് കമ്പനിയാണെന്നുള്ളത് ഓർത്തിരിക്കുക, പേടകത്തിൻ്റെ പേര് ഓർത്തിരിക്കുക, ഈ 2 വിശേഷണങ്ങളും നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ 2ാമത്തെയാണ്. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാക്കുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡറാണ് ഏതെന്ന് പറയുന്നത്? ബ്ലൂ ഗോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിൽ ഇറക്കിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫയർഫ്ലൈ എയറോസ്പേസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തത് ഒരു സമ്പന്നന്മാരുടെ ലിസ്റ്റ് ഇടുന്ന നമ്മുടെ ഒരു വാരികയാണ് ഇത്, ഫോബ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫോബ്സിൻ്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ആഗോളതലത്തിൽ 1ാം സ്ഥാനത്ത് വരുന്ന ആരായിരിക്കും? ഇലോൺ മസ്ക് ആണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു കാര്യം കേൾക്കുമ്പോഴേ നമുക്കറിയാം ഓപ്ഷൻ ആരാണ്? ഇലോൺ മസ്ക് ആണ്. ഇനി ഈ ഒരു പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യക്കാരൻ ആരാണ്? അത് അംബാനിയാണ്. മുകേഷ് അംബാനിയാണ് ഈ ഒരു പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യക്കാരൻ. ഇനി മലയാളികളിലാണെങ്കിൽ MA യൂസഫ് അലിയാണ് ഏറ്റവും സമ്പന്നനായ മലയാളി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, 34,200 കോടി ഡോളറാണ് ഇലോൺ മസ്കിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഫോബ്സിൻ്റെ പട്ടികയാണ്. ഫോബ്സിൻ്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ആഗോളതലത്തിൽ 1ാം സ്ഥാനത്തെത്തിയത് ഇലോൺ മസ്ക് ആണ്. 34,200 കോടി ഡോളറാണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യക്കാരനായിട്ട് ഈ ലിസ്റ്റിൽ ആദ്യമുള്ളത് 9,250 കോടി ഡോളറിൻ്റെ ആസ്തിയുമായിട്ട് മുകേഷ് അംബാനിയാണ്. മലയാളികളിൽ മുന്നിലുള്ളത് ആരാണ്? 550 കോടി ഡോളർ ആസ്തിയുള്ള MA യൂസഫ് അലിയാണ് മലയാളികളിൽ മുന്നിലുള്ളതെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, ഇലോൺ മസ്കിൻ്റെ XAI പുതിയതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ്
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രോക്ക് 3 ആണ്. ഗ്രോക്ക് 3 ആണ് ഇലോൺ മസ്കിൻ്റെ XAI പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ഗ്രോക്ക് 3 എന്ന് പറയുന്നത്. നോക്കിയേ, ഭൂമിയിലെ ഏറ്റവും സ്മാർട്ടായ AI എന്ന് ഇലോൺ മസ്ക് വിശേഷിപ്പിച്ചത് ഗ്രോക്ക് 3 ആണ്. ഏതാണ്? ഭൂമിയിലെ ഏറ്റവും സ്മാർട്ടായ AI എന്ന് ഇലോൺ മസ്ക് വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഗ്രോക്ക് 3 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, ഇത് നമ്മൾ കറണ്ട് അഫെയർ നേരത്തെ പഠിച്ചൊരു പോയിന്റാണ്. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും വേണ്ടി അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ചത് ആരാണെന്ന്. അതാരാണ്? കോട്ടയം IIIT ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് എന്ത് ചെയ്ത് അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ചത്. ഇതിൻ്റെ പർപ്പസ് എന്താണ്? കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്തി ഓടിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രോൺ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആരാണ്? കോട്ടയം IIIT ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇനി നോക്കിക്കേ, സ്പേസ് ഡോക്കിൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്ത് 2 മാസത്തിന് ശേഷം അൺഡോക്കിംഗ് ചെയ്ത പേടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SDX-01 ചേസറും SDX-02 ടാർഗറ്റുമാണ്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ നേരത്തെ ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് ചെയ്ത് ഈ 2 ചേസറിനെയും ടാർഗറ്റിനെയും എന്ത് ചെയ്തിരുന്നു? ഡോക്ക് ചെയ്ത് ഒന്നാക്കിയിരുന്നു. ഇനി 2 മാസങ്ങൾക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിനെ അൺഡോക്ക് ചെയ്യുകയാണ്. അപ്പം ഈ അൺഡോക്കിങ്ങിനകത്ത് വന്ന ചേസറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ SDX-01ഉം ടാർഗറ്റിൻ്റെ പേര് ചോദിച്ചാൽ SDX-02വുമാണ്. മാറിപ്പോകരുത്. 1 ആണ് ചേസർ, 2 ആണ് ടാർഗറ്റ് എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, US-നും റഷ്യക്കും ചൈനയ്ക്കും ശേഷം ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമായിട്ട് മാറിയാലേ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്കിംഗ് നടത്തുന്ന ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആരൊക്കെയാണ്? US-നും റഷ്യയ്ക്കും ചൈനയ്ക്കും ഒപ്പമാണ് ഇന്ത്യ ഈ ഒരു പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അതാരാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് ആണ്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിന് കീഴടക്കിയാണ് ഇവർ ഈ ഒരു ട്രോഫി സ്വന്തമാക്കിയത്. ഇനി നോക്കിയേ, 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിലെ വിജയി ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ വിജയമായത് ഇന്ത്യയാണ്. ഇനി നോക്കി, എവിടെ വെച്ചാണ് നടന്നത്? ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? ഇറാനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ചായിരുന്നു ഇന്ത്യ എന്ത് ചെയ്തത്? ഈ പറഞ്ഞ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ വിജയിയായത്. ഈ നോക്കിക്കേ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്ത് ചോദിക്കാറുണ്ട് ചെസ്സിലെ കിരീട ജേതാക്കളെ കുറിച്ച് അല്ലേ. നമുക്കറിയാവുന്ന കുറച്ച് പേരുകളൊക്കെ ഓപ്ഷനിൽ കൃത്യമായിട്ട് കാണുകയും ചെയ്യും. എന്നാൽ പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മളത് അത്ര ശ്രദ്ധിക്കാറുമില്ല. അങ്ങനെ വരുന്നൊരു പോയിന്റാണ്. നോക്കിയേ, പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് അരവിന്ദ് ചിദംബരമാണ്. അരവിന്ദ് ചിദംബരം, ഇന്ത്യക്കാരനായ അരവിന്ദ് ചിദംബരമാണ്. നമ്മൾ എന്ത് ഓപ്ഷൻ കണ്ടാലും ചെസ്സുമായി ബന്ധപ്പെട്ട് കണ്ടാലും എന്ത് ചെയ്യും? കൂടുതലും പ്രഗ്യാനന്ദയാണ് നമ്മൾ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി, പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ആരാണ് വിജയി എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരനായ അരവിന്ദ് ചിദംബരമാണെന്ന് ഓർത്തിരിക്കുക. പ്രാഗ് ചെസ് കിരീടം നേടിയത് ഇന്ത്യക്കാരനായ അരവിന്ദ് ചിദംബരമാണെന്ന് ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ നോക്കിക്കേ, താഷ്കെൻഡ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള നിഹാൽ സരിനാണ്. ഏതാണ്? താഷ്കെൻഡ് ഓപ്പൺ ചെസ്സിലാണ് ആര് വിജയിച്ചത്? നമ്മുടെ നിഹാൽ സരിൻ എന്ന് ഓർത്തിരിക്കുക. മലയാളിയായിട്ടുള്ള നിഹാൽ സരിന് താഷ്കെൻഡ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ നിഹാൽ സരിനാണ്. അപ്പോൾ മലയാളി എന്ന് ചിലപ്പോൾ തരത്തില്ല, കാര്യം മലയാളി എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷനിൽ നിന്ന് മലയാളികളെ തന്നെ പിക്ക് ചെയ്യുമല്ലോ. അതുകൊണ്ട് താഷ്കെൻഡ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയത് ആര് എന്നായിരിക്കും ചോദിക്കുന്നത്. ആരാണ്? നിഹാൽ സരിനാണ്. ഇനി നോക്കിക്കേ, 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആരാണെന്ന് ചോദിച്ചത് ലാൻഡോ നോറിസ് ആണ്. 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലാൻഡോ നോറിസ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, 10.20 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കി പുരുഷന്മാരുടെ 100 മീറ്ററിൽ ദേശീയ റെക്കോർഡിട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഗുരീന്ദർവീർ സിംഗ് ആണ്. ഗുരീന്ദർവീർ സിംഗ് ആണ് എന്ത് 10.20 സെക്കൻഡിൽ എന്ത് ചെയ്തു? 100 മീറ്റർ ഓടിയെത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗുരീന്ദർവീർ സിംഗ് ആണ്. 10.20 സെക്കൻഡിലാണ് ഇദ്ദേഹം 100 മീറ്റർ ഓടിയെത്തിയതെന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് പേരൊന്ന് ഓർത്തിരിക്കുക.
ഇനി നോക്കിക്കേ, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് തോമസ് ബാക്ക് ആണ്. തോമസ് ബാക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇപ്പം നോക്കിക്കേ, തോമസ് ബാക്ക് എന്ന ആരാണ്? അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണ് തോമസ് ബാക്ക് എന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദിയായ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കിക്കേ, ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ബംഗ്ലാദേശിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഷ്ഫീഖുർ റഹീമാണ്. മുഷ്ഫീഖുർ റഹീമാണ്. ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അടുത്തിടെ ഇപ്പോൾ വിരമിച്ച ബംഗ്ലാദേശ് താരമെന്ന് തന്നെ ചോദിക്കാറുണ്ട്. ആരാണ്? മുഷ്ഫീഖുർ റഹീമാണ്. ഏകദിന ക്രിക്കറ്റിൽ നിന്നുമാണ് ഇദ്ദേഹം വിരമിച്ചത്. വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിരുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ മുഷ്ഫീഖുർ റഹീം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് താരമാണ്. അതേപോലെ തന്നെ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ താരമാണ് ആര്? സ്റ്റീവൻ സ്മിത്ത് എന്ന് പറയുന്നത്. സ്റ്റീവൻ സ്മിത്ത് ആണ് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ താരമെന്ന് പറയുന്നത്. ഇനി മത്സരരംഗത്ത് നിന്ന് വിട പറയുന്ന ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം ആരാണെന്ന് ചോദിച്ചാൽ അത് അജന്ത ശരത് കമലാണ്. അജന്ത ശരത് കമലാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ ടെന്നീസിൽ നിന്നും വിട പറയുന്നത്. അപ്പം ഈ അജന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടെന്നായിരിക്കും ചോദ്യം വരുന്നത്. ഏതാണ്? ടേബിൾ ടെന്നീസ് ആണ്. മത്സരരംഗത്ത് നിന്ന് വിട പറയുന്ന ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസമാണ് ആര്? അജന്ത ശരത് കമൽ എന്ന് പറയുന്നത്. കായിക രംഗത്തെ നേട്ടങ്ങൾക്ക് 2022 രാജ്യത്തിൻ്റെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന നേടിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഏത് വർഷം? 2022 ഇത് ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത്. ഏത് കായിക ഇനം? ടേബിൾ ടെന്നീസ് എന്ന് ഓർത്തിരിക്കാം. നോക്കി, ഇനി നമുക്ക് നോക്കാനുള്ള കുറച്ച് വിയോഗങ്ങളാണ്. അതായത് ഫസ്റ്റ് വരുന്നത് ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് ആരെന്ന് പറയുന്നത്? ജസ്റ്റിസ് വി രാമസ്വാമി എന്ന് പറയുന്നത്. അപ്പോൾ വിയോഗങ്ങൾക്കകത്ത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണിത്. അന്തരിച്ച ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി ആരാണെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. ജസ്റ്റിസ് വി സുപ്രീം കോടതി ജഡ്ജിയാണ്. പാർലമെൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് ആരെന്ന് പറയുന്നത് ജസ്റ്റിസ് വി രാമസ്വാമി. ഇനി നോക്കിക്കേ, മാർച്ചിൽ വിടവാങ്ങിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്ന് ചോദിച്ചാൽ അത് സയ്യിദ് ആബിദ് അലിയാണ്. സയ്യിദ് ആബിദ് അലിയാണ് മാർച്ചിൽ വിടവാങ്ങിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. അപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. സയ്യിദ് ആബിദ് അലി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും ചോദിക്കുന്നത്. ഏതാണ്? ക്രിക്കറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇദ്ദേഹം മാർച്ചിലാണ് വിടവാങ്ങിയത്. മാർച്ചിൽ വിടവാങ്ങിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ആര്? സയ്യിദ് ആബിദ് അലി. ഇനി നോക്കി, അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന വ്യക്തിയാണ് എ കെ പുതുശ്ശേരി. എ കെ പുതുശ്ശേരി എന്ന് ഓർത്തിരിക്കുക. എ കെ പുതുശ്ശേരി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കായിക താരങ്ങൾ അങ്ങനെ സ്പോർട്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തതും ഇതുപോലെയൊക്കെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ളവരൊക്കെയാണ് കൂടുതൽ ചോദിക്കാറ്. എങ്കിലും അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരനായും സാമൂഹിക പ്രവർത്തകനുമായ വ്യക്തി ആരാണ്? എ കെ പുതുശ്ശേരിയാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നോക്കിയേ, അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ദേവേന്ദ്ര പ്രധാനാണ്. ദേവേന്ദ്ര പ്രധാനാണ്. ഇദ്ദേഹം ഏത് വകുപ്പുകളാണ് കൈകാര്യം ചെയ്തതെന്ന് കൂടി നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. ഗതാഗതവും കൃഷിയുമാണ് ഇദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നോക്കിയേ, അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ദേവേന്ദ്ര പ്രധാനാണ്. അപ്പോൾ ജസ്റ്റ് ചോദിക്കുവാണ് ഏതൊക്കെ മേഖലകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഗതാഗതവും കൃഷിയുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തത് അന്തരിച്ച ലാറ്ററൈറ്റ് ബേബി എന്ന് ആർക്കിയോളജിക്കൽ ലോകത്ത് അറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ആരാണെന്നാണ് ചോദ്യം. അത് ഡോക്ടർ പി രാജേന്ദ്രനാണ്. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നിക് നെയിം ഉള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നോക്കി വെച്ചിരിക്കുക. ലാറ്ററൈറ്റ് ബേബി. ലാറ്ററൈറ്റ് ബേബി എന്ന ആർക്കിയോളജിക്കൽ ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ പി രാജേന്ദ്രൻ എന്ന് ഓർത്തിരിക്കുക. ഡോക്ടർ പി രാജേന്ദ്രൻ ആരാണ്? ലാറ്ററൈറ്റ് ബേബി എന്നാണ് അറിയപ്പെടുന്നത്. ആർക്കിയോളജിക്കൽ ലോകത്ത് ലാറ്ററൈറ്റ് ബേബി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ പി രാജേന്ദ്രൻ എന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അന്തരിച്ച വിഖ്യാത ഹോളിവുഡ് നടൻ ആരാണ്?
വാൽ കിൽമർ ആണ്. വാൽ കിൽമർ നോക്കി, ഇത് ഓൾറെഡി ചോദ്യമായിട്ട് PSC ചോദിച്ചതാണ്. അപ്പോൾ ആ ചോദ്യം കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് അത് ചോദ്യം വന്നിരിക്കുന്നത്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് എന്നാണ് PSC ചോദിച്ചത്. അപ്പോൾ ഇത് PSC ബുള്ളറ്റിലെ ചോദ്യം അതേപോലെ എടുത്ത് ചോദിച്ചതാണ്. നോക്കി, വിഖ്യാത ഹോളിവുഡ് നടനാണെന്ന് PSC ബുള്ളറ്റിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോദ്യം വന്നതും ഏത് മേഖലയിലാണ് എന്ന് ആണ് ചോദ്യം. ഏതാണ്? ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വാൽ കിൽമർ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സിലും നമുക്ക് കുറേ കാണാനായിട്ടുണ്ട്. PSC ഇതേപോലത്തെ പോയിന്റ്സ് അതേപോലെ എടുത്ത് ചോദ്യമാക്കിയത് മുന്നോട്ട് വരുന്ന നമുക്ക് മെയിലൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നോക്കി, അപ്പോൾ നോക്കി, അന്തരിച്ച വിഖ്യാത ഹോളിവുഡ് നടനാണ് ആരെന്ന് പറയുന്നത്? വാൽ കിൽമർ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓൾറെഡി ഇത് ചോദിക്കുകയും ചെയ്തു. ഇതുപോലെ ആയിരിക്കും ഇനിയും വരുന്ന ഈ വ്യക്തികളെയൊക്കെ ചോദിക്കുന്നത്. ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടെന്നായിരിക്കും കൂടുതലും ചോദിക്കുക. ഇത് നോക്കിയേ, അന്തരിച്ച പ്രശസ്ത കഥാപ്രസംഗ കലാകാരനാണ് ആരെന്ന് പറയുന്നത്? ഐലം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. കഥാപ്രസംഗ കലാകാരനാണ് ആര്? ഐലം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നതെന്ന് ഓർത്തിക്കുക. അപ്പോൾ അന്തരിച്ച പ്രശസ്ത കഥാപ്രസംഗ കലാകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഐലം ഉണ്ണികൃഷ്ണനാണ്. നോക്കിയേ, രവികുമാർ മേനോൻ, നമുക്കറിയാം പഴയ നടൻ രവികുമാർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അന്തരിച്ച രവികുമാർ മേനോൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമ നായക നടനായിരുന്നു. ആര്? അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ രവികുമാർ. മലയാള സിനിമാ നടനായിരുന്നു രവികുമാർ മേനോൻ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ രവികുമാർ മേനോൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. നമ്മൾ പണ്ട് പറയും, നേരത്തെ നടൻ രവികുമാർ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ രവികുമാർ മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അദ്ദേഹം മലയാള സിനിമാ നടനാണ്. ഇനി നോക്കിക്കേ, അന്തരിച്ച അധ്യാപകനും ഭാഷാ ശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായിരുന്ന വ്യക്തിയാണ് TB വേണുഗോപാല പണിക്കർ. TB വേണുഗോപാല പണിക്കർ ആരാണ്? അധ്യാപകനാണ്, ഭാഷാശാസ്ത്രജ്ഞനാണ്, അതേപോലെ ഗ്രന്ഥകാരനുമാണ് അദ്ദേഹം എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ വിയോഗങ്ങൾ കാത്തു വരുമ്പോൾ എപ്പോഴും അവരുടെ മേഖല ശ്രദ്ധിച്ച് ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഏപ്രിൽ 2 PSC ബുള്ളറ്റിന് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. മുന്നോട്ട് വരുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ PSC ഇതുപോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കാണുക. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.